ജീവിതത്തോട് സ്നേഹം ഇല്ലാണ്ടായി പോകുമ്പോൾ, ജീവിതം നിറയെ കയ്പ് രസമാണ് എന്ന് തോന്നിത്തുടങ്ങുമ്പോൾ, വെറുതെ മധുരം നിറഞ്ഞ ഓർമ്മകളെ ഒന്ന് നുണഞ്ഞു നോക്കണം. ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യര്, അവരുമായി ഒന്നിച്ചു പങ്കിട്ട കാലത്തെ, അവരുടെ കൈപിടിച്ചു നീങ്ങിയ വഴികളെ, സ്നേഹത്തെ ഒക്കെ ഓർക്കണം. ഇഷ്ടം തോന്നിയപ്പോൾ പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ, ഇഷ്ടമില്ലാതാകുമ്പോൾ പറയാനുള്ള ബാധ്യതയും നിങ്ങൾക്കുണ്ട്. ഒരു വ്യക്തി ജനിക്കുമ്പോൾ വിശ്വാസമുണ്ടാകും, പേരുണ്ടാകില്ല. മരിക്കുമ്പോൾ വിശ്വാസമുണ്ടാകില്ല, പേരുണ്ടാകും. ഈ ശ്വാസവും പേരും തമ്മിലുള്ള അകലമാണ് ജീവിതം. ജീവിതത്തിൽ എത്ര തോറ്റാലും അവസാനം നമ്മൾ ജയിക്കുന്ന ഒരു മൊമെന്റ് വരും. അതിനെ നമ്മൾ പരിശ്രമം എന്ന് പറയും. നാട്ടുകാർ അതിനെ അവൻ്റെയൊക്കെ ഭാഗ്യം എന്ന് പറഞ്ഞു നടക്കും. സ്ത്രീയെ മനസ്സിലാക്കരുത്, സ്നേഹിക്കുക. പുരുഷനെ സ്നേഹിക്കരുത്, മനസ്സിലാക്കുക. ഇത് വെറുതെ പറയുന്നതല്ല. കാരണം ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ വേഗത്തിൽ ഒരു പുരുഷനും കഴിയില്ല. ഒരു സ്ത്രീയെ മനസ്സിലാക്കി മറ്റൊരു സ്ത്രീക്ക് മാത്രമേ കഴിയൂ. അതാണ് അവർ പരസ്പരം അസൂയപ്പെടുന്നത്. ഇതൊരു മനഃശാസ്ത്ര സത്യമാണ്. പുരുഷന് നല്ലതുപോലെ മനസ്സിലാക്കാൻ വേഗത്തിൽ കഴിയും. മനസ്സിലാകാതെ സ്നേഹിച്ചാൽ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ വളരെയധികം സമയമെടുക്കും. അതുകൊണ്ടാണ് മനസ്സിലാക്കാതെ സ്നേഹിക്കരുത് എന്ന് പറയുന്നത്. ഒരാളെ മറ്റൊരാളാക്കി ഒരിക്കലും താരതമ്യം ചെയ്യരുത്. കാരണം ഈ ഭൂമിയിൽ ആർക്കും തന്നെ മറ്റൊരാളാവാൻ കഴിയില്ല. നമ്മുടെ ഈ വ്യക്തിത്വം അത് നമ്മുടേത് മാത്രമാണ്. നേരിൽ കാണണമെന്ന മെസ്സേജുകളുമായി ഒതുങ്ങിപ്പോകുന്നവർ, അവരെ എത്രയും പെട്ടെന്ന് നേരിൽ കാണുന്നതാണ് നല്ലത്. പിന്നെ കാണാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ അവർ ഉണ്ടാകണമെന്നില്ല. ഒരിക്കലും കാണാത്ത വിധം മറഞ്ഞു പോയിട്ടുണ്ടാവും. മറ്റൊരാൾക്ക് വേണ്ടി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്കും കാലിടറിയ പാദങ്ങൾക്കും ഉരുകിത്തീരുന്ന മനസ്സിനും ഇനിയൊരു വിശ്രമം നൽകുക. ഇനി ഒരിക്കലും ഒരാൾക്കും കീഴ്പ്പെടാത്ത തരത്തിൽ പുനർജനിക്കുക. നിങ്ങൾക്ക് സാധിക്കും അതിന്. ഒരിക്കൽ തുഴഞ്ഞ തോണി മറിഞ്ഞാൽ വീണ്ടും മറിയാതെ തുഴയാൻ നിങ്ങൾ പഠിച്ചിരിക്കും. നിന്റെ ഉയർച്ചയിൽ നീ ആരാണെന്ന് നിന്റെ സുഹൃത്തുക്കൾ അറിയും. നിന്റെ തകർച്ചയിൽ നിന്റെ സുഹൃത്തുക്കൾ ആരാണെന്ന് നീയും അറിയും. ആരുടെയും പങ്കാളിയാവാതിരിക്കുക. കഴിയുമെങ്കിൽ ആരുടെയും ആരും ആവാതിരിക്കുക. പിന്നെയും കഴിയുമെങ്കിൽ ഒന്നും ആവാതിരിക്കുക. ഒരു സൂചന പോലും നൽകാതെ എത്ര വിദഗ്ധമായാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ആളുകൾ കൂടുവിട്ട് കൂടുമാറുന്നത്. സ്നേഹവും സമയവും പരസ്പര പൂരകങ്ങളാണ്. സ്നേഹമുള്ളവരിൽ മാത്രമേ നമുക്കുള്ള സമയം കാണുകയുള്ളൂ. നമുക്ക് സമയം കണ്ടെത്താൻ കഴിയുന്നവരിലെല്ലാം ആ സ്നേഹവും കാണും. നമ്മുടെയൊക്കെ മനസ്സിലെ സ്നേഹത്തിന് ഒരു വലിയ കുഴപ്പമുണ്ട്. അതിനെ ഒട്ടും അർഹിക്കാത്ത ഒരിടത്താവും നമ്മൾ അതേറ്റവും കൂടുതൽ പകർന്നു കൊടുത്തിട്ടുണ്ടാവുക. അത് നമ്മൾ തിരിച്ചറിയുമ്പോഴേക്കും സ്നേഹമാകെ വറ്റി വരണ്ട് സ്നേഹത്താൽ മുറിപ്പെട്ട് സ്നേഹിക്കാൻ ഭയപ്പെടുന്നവരായി മാറിയിരിക്കും നമ്മൾ. സ്ത്രീകൾ പൊതുവെ പ്രായം കൂടിയ പുരുഷന്മാരെയാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം അവർ കൂടുതൽ പക്വത ഉള്ളതായിട്ട് അവർ കരുതുന്നു. നമ്മുടെ ജീവിതം മറ്റാരുടേതോ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട് പലരും. അതിൽ അർത്ഥമില്ല. പുഴയിലൂടെ താറാവ് നീങ്ങുന്നത് കണ്ടിട്ടില്ലേ? പുറമേ നിന്ന് നോക്കുന്നവർക്ക് തോന്നും, ആഹാ എന്ത് ഭംഗിയാണ് അവയുടെ വരവ് കാണാൻ. എന്നാൽ വെള്ളത്തിനടിയിലൂടെ നോക്കിയാൽ കാണാം അവർ കിടന്നടിക്കുന്നത്. നമ്മൾ അതിൻ്റെ വെപ്രാളം കാണുന്നില്ല. നമുക്ക് ചുറ്റുമുള്ള 90% പേരുടെയും ജീവിതം ഏതാണ്ട് ഈ അവസ്ഥയിലാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും ഹാപ്പി. പക്ഷേ എല്ലാവർക്കുമുണ്ട് അവരവരുടേതായ പ്രശ്നങ്ങൾ. ഉള്ള വില കളഞ്ഞ് ഇല്ലാത്ത വില ഉണ്ടാക്കരുത്. അഭിമാനം കളഞ്ഞ് അപമാനം സഹിച്ച് അംഗീകാരം നേടരുത്. തന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്ന് പറയുന്നവരെ മുന്നിൽ എന്നെക്കൊണ്ട് പറ്റുമെന്ന് കാണിക്കുന്നതാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതം. വെറുക്കുന്നവർ വെറുക്കട്ടെ. ആരുടെയും സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. ഒരുപാട് കാലം ഓർത്ത് ദുഃഖിക്കാനായി മനുഷ്യർ ചിലർ ഒരല്പകാലത്ത് സ്നേഹം നൽകി അകലുന്നു. അതുകൊണ്ട് തന്നെ ദുഃഖിച്ചിരിക്കാതെ
ജീവിതത്തിൽ മുന്നേറുക. മറ്റുള്ളവരെ ഓർത്ത് നിങ്ങളുടെ ജീവിതം ഇല്ലാണ്ടാക്കരുത്. സ്വയം നമ്മളെ മനസ്സിലാക്കി നമുക്ക് വേണ്ടി മുന്നേറുക. നമ്മുടെ കൊച്ചു പൊട്ടക്കിണറ്റിൽ ജീവിച്ചുകൊണ്ട്, നമ്മുടെ അയൽക്കാരനെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട്, നമ്മുടെ ഇടുങ്ങിയ മനസ്സും ഇടുങ്ങിയ ചിന്തകളുമായി ചുരുങ്ങിയ ഒരു സ്വപ്നത്തിലേക്ക് ജീവിച്ചുകൊണ്ട് നമ്മൾ മനുഷ്യനെ വെറുക്കാൻ പഠിക്കുന്നതിനു പകരം ലോകത്തിലേക്ക് ഇറങ്ങുക. ലോകത്തിൻ്റെ ഈ വിശാലത കാണുക. നല്ല മുഹൂർത്തങ്ങളിൽ പങ്കാളികളാകുക. നമ്മളുടെ മനസ്സിൻ്റെ താളം മാറും, ചിന്തകളും മാറും, പോസിറ്റീവായ ചിന്തകൾ ഉണ്ടാകുന്ന വ്യക്തികളായി മാറും. ഒരു വ്യക്തി നമുക്ക് കൽപ്പിച്ചിരിക്കുന്ന വില എന്താണെന്നറിയാൻ അവർ നമ്മളോട് പെരുമാറുന്ന രീതി ശ്രദ്ധിച്ചാൽ മതി. ചില വേദനകളെ മനസ്സിൽ നിന്ന് എത്ര മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും വീണ്ടും അത് മനസ്സിൽ തങ്ങി നിന്ന് കുത്തി നോവിച്ചു കൊണ്ടേയിരിക്കും. എത്രയോ ശരികൾക്കിടയിൽ ഒരൊറ്റ തെറ്റ് മാത്രം മതി പലർക്കും നമ്മൾ അന്യരാവാൻ. മൗനം പാലിച്ചതിൻ്റെ പേരിൽ ഞാൻ ഒരിക്കലും ദുഃഖിച്ചിട്ടില്ല. എന്നാലോ സംസാരിച്ചതിൻ്റെ പേരിൽ ഞാൻ പലവട്ടം ദുഃഖം അനുഭവിച്ചു. മൗനം എല്ലായ്പ്പോഴും എല്ലാത്തിനുമുള്ള ഒരു മറുപടിയാണ്. മറ്റുള്ളവർക്ക് കുത്തിനോവിക്കാൻ നിന്നുകൊടുക്കാതെ നമുക്ക് നമ്മുടെ ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോവുക. മനുഷ്യനെ അല്ല വഞ്ചിക്കുന്നത്, അവരുടെ ആഗ്രഹങ്ങളെയാണ് വഞ്ചിക്കുന്നത്. നാം മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ലഭിക്കാതിരിക്കുമ്പോഴാണ് നാം വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്നത്. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവരെ അതൊക്കെ പറഞ്ഞു തിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ അകലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. സ്വയം തിരിച്ചറിവിനോളം വരില്ല മറ്റൊന്നും എന്ന് മനസ്സിലാക്കുക. ജീവിക്കുമ്പോൾ കൂടെ ആരും കാണില്ല എന്ന് അറിഞ്ഞു തന്നെ ജീവിക്കണം. അപ്പോൾ നമ്മളെ ആരും ഒഴിവാക്കിപ്പോയാലും വലിയ വേദന ഇല്ലാതെ ഇരിക്കാം. കഴിഞ്ഞുപോയത് ഒരു അവസാനമല്ല, ജീവിതത്തിലെ ഒരു പാഠം മാത്രമാണ്. ചിറകുള്ള പക്ഷികൾ മാത്രമല്ല, ചിറകില്ലാത്ത അപ്പൂപ്പൻ താടിയും പറക്കുന്നുണ്ട്. പക്ഷേ സ്നേഹത്തിൻ്റെ കാറ്റ് വേണമെന്ന് മാത്രം. ചില ബന്ധങ്ങൾ പൂക്കളെപ്പോലെയാണ്, നല്ല ഗന്ധവും ഭംഗിയുമെല്ലാം ഉണ്ടാകും, പക്ഷേ ആയുസ് കുറവായിരിക്കും. കള്ളം പറയാൻ നമ്മൾ പഠിക്കണം. കൊതിയോടെ കഴിക്കാൻ വെച്ച മധുരം കൂടെപ്പിറപ്പ് ചോദിച്ചാൽ എനിക്ക് വേണ്ട എന്ന് കള്ളം പറയണം. സ്നേഹമുള്ളവർ വേദനിപ്പിക്കും വിധം സംസാരിച്ച് പിന്നീട് വിഷമമായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് കള്ളം പറയണം. ഒരുപാട് തിരക്കുള്ള സമയത്ത് ഇഷ്ടമുള്ളവർ ഫോണിൽ വിളിച്ചാൽ തിരക്കാണോ എന്നതിന് അല്ല എന്ന് കള്ളം പറയണം. മനസ്സിൽ തിരയടിക്കുമ്പോഴും എതിരെ വരുന്ന ആൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് കള്ളം പറയണം. എല്ലാം കഴിഞ്ഞ് ആ ദിവസത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സത്യം പറയാൻ മറക്കരുത്, എൻ്റെ വേദനകളെ ഞാൻ അതിജീവിച്ചു എന്ന്. നർമ്മം കലർന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന വിവരങ്ങൾ ആളുകൾ കൂടുതൽ ഓർമ്മിക്കാൻ സാധ്യതയുണ്ട്. ഫിക്ഷൻ വായിക്കുന്നത് മറ്റുള്ളവരെക്കുറിച്ചുള്ള സഹാനുഭൂതിയും ധാരണയും വർദ്ധിപ്പിക്കും. കാര്യങ്ങൾ എഴുതുന്നത് ഓർമ്മശക്തി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. മറ്റൊരാൾക്ക് വേണ്ടി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്കും കാലിടറിയ പാദങ്ങൾക്കും ഉരുകിത്തീരുന്ന മനസ്സിനും ഇനിയൊരു വിശ്രമം നൽകുക. ഇനിയൊരിക്കലും ഒരാൾക്കും കീഴ്പ്പെടാത്ത തരത്തിൽ പുനർജനിക്കുക. നിങ്ങൾക്ക് അതിന് സാധിക്കുന്നതാണ്. കാരണം ഒരിക്കൽ തുഴഞ്ഞ തോണി അത് മറിഞ്ഞാൽ വീണ്ടും മറിയാതെ തുഴയാൻ നിങ്ങൾ പഠിച്ചിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പതിവായി ശാരീരിക വ്യായാമത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് മികച്ച ആത്മാഭിമാനവും ശരീരപ്രതിച്ഛായയും ഉണ്ടാകും. ഒരു പുതിയ ശീലം രൂപപ്പെടുത്താൻ ഏകദേശം 66 ദിവസമെടുക്കും. ഉയർന്ന അളവിലുള്ള സമ്മർദ്ദം ഓർമ്മയെയും വൈജ്ഞാനിക പ്രവർത്തനത്തെയും തകരാറിലാക്കും. നീലനിറം മനസ്സിലും ശരീരത്തിലും ശാന്തമായ പ്രഭാവം ചെലുത്താനായി കണ്ടെത്തിയിട്ടുണ്ട്. 10 മുതൽ 20 മിനിറ്റ് വരെ ഉറങ്ങുന്നത് ഉൽപാദനക്ഷമതയും അതുപോലെ തന്നെ ജാഗ്രതയും വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയ ഒരു കാര്യമാണ്. Thanks for watching. Don't forget to subscribe.